ഭക്തരുടെ മനസ്സും കണ്ണും നിറച്ച് ആദ്യമായി അയ്യപ്പനെ കാണാനെത്തി. അയ്യപ്പ സന്നിധിയിൽ കുഞ്ഞു മാളികപ്പുറം എത്തിയപ്പോൾ തന്നെ സന്നിധാനം ആദ്യയുടെ കളിച്ചിരികളാൽ പ്രകാശപൂരിതമായി. 6-ാം മാസത്തിൽ അയ്യപ്പനെ കാണാനെത്തി കുഞ്ഞു മാളികപ്പുറമാണ് ആദ്യ. മാവേലിക്കര സ്വദേശിയായ കൃഷ്ണകുമാറിന്റെ മകളാണ് അയ്യപ്പ സന്നിധിയിലെത്തി എല്ലാവരുടെയും ലാളനകൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ദർശനത്തിനെത്തിയ ഭക്തരുടെയും ദേവസ്വം ജീവനക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കണ്ണും മനസ്സും നിറയ്ക്കുകയാണ് ആദ്യ. അയ്യപ്പ സന്നിധിയിലെ ആദ്യയുടെ കരച്ചിലും കളിച്ചിരികളും കുസൃതികളും ഒക്കെ തന്നെ ഭക്തരുടെ മനം നിറച്ചു. അച്ഛൻ്റെ ഒക്കത്തിരുന്ന് 18-ാം പടി കയറിയ ആദ്യ കരച്ചിൽ നിർത്താതെ വന്നതോടെ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ വിനോദ് എടുത്ത് തോളിലിട്ട് താലോലിക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ കൃഷ്ണകുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിപ്പാൽ നൽകി. ആദ്യയുടെ കരച്ചിൽ കേട്ട് സമീപത്തു നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി അടുത്തേക്കെത്തി ആദ്യയെ ലാളിച്ചു തുടങ്ങി. ഇതോടെ കരച്ചിൽ കളിച്ചിരിയായി മാറി. ആദ്യയുടെ കരച്ചിരികൾ ചുറ്റും നിന്നിരുന്ന ഭക്തരുടെ മനം കവർന്നു. ആദ്യ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കുഞ്ഞിനെ കയ്യിലെടുത്ത് തൊട്ടിലാട്ടുന്ന പോലീസുകാരും ഒക്കെ തന്നെ സന്നിധാനത്ത് ഭക്തർക്ക് കൗതുക കാഴ്ചയായി മാറി. ശബരിമല ശാസ്താവിനെ കൺകുളിർക്കെ കണ്ടാണ് അച്ഛനോടൊപ്പം ആദ്യ മലയിറങ്ങിയതും. അതേസമയം ശബരിമല കാനനപാതയിൽ കുടുങ്ങിയ 2 മാളികപ്പുറങ്ങൾക്ക് രക്ഷകരായി ഫയർഫോഴ്സ് സംഘം എത്തി അവരെ രക്ഷപ്പെടുത്തി. വെഞ്ഞാറമൂട് സ്വദേശികളായ രാധ, ലീല എന്നിവരാണ് കാനനപാതയിൽ കുടുങ്ങിയത്. 1 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഓടർപ്ലാവിൽ നിന്ന് ഫയർഫോഴ്സ് ഇവരെ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വെഞ്ഞാറമൂട്ടിൽ നിന്ന് 10 പേരടങ്ങുന്ന സംഘത്തോടൊപ്പം ഇവർ യാത്ര തിരിച്ചത്. കാനനപാതയിൽ യാത്ര പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ 2 പേർ കൂട്ടം തെറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ സംഘം പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം പരിശോധന ആരംഭിച്ച് 2 മാളികപ്പുറങ്ങളെ കണ്ടെത്തുകയായിരുന്നു. വെള്ളം കുടിക്കാനായി തിരഞ്ഞപ്പോഴാണ് സംഘത്തിൽ നിന്നും വേർപെട്ടതായി ഇവർ പറയുന്നത്. ഇരുവർക്കും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ക്ഷീണിതരായ ഇവരെ സന്നിധാനത്തുള്ള ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു. അതോടൊപ്പം തന്നെ ശബരിമല ഡോളി സമരത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത്. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും ഇനി ആവർത്തിക്കരുതെന്നും കോടതി പറഞ്ഞു. സംഭവത്തെ തുടർന്ന് പമ്പയിലും സന്നിധാനത്തും സമരത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഉച്ചവരെ ഡോളി തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ഇനി ആവർത്തിക്കരുത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഉച്ചവരെ ഡോളി തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ഇനി ആവർത്തിക്കരുത്. ഇത്തരം സമരങ്ങൾ ഭക്തരുടെ ആരാധന അവകാശത്തെ ബാധിക്കുമെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാൻ പ്രീപെയ്ഡ് രീതിയിലേക്ക് ഡോളി സർവീസ് മാറ്റാനുള്ള ദേവസ്വം നീക്കത്തിനെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചതും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള ഡോളി സർവീസ് പ്രീപെയ്ഡ് ആക്കുന്നതിനുള്ള ചർച്ചകൾ ദേവസ്വം ബോർഡ് തുടങ്ങിയത്. ഒരു വശത്തേക്ക് ചുരുങ്ങിയത് 3250 രൂപ എന്ന നിരക്കിലായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. എന്നാൽ ഏകപക്ഷീയമായ തീരുമാനമെന്ന് ആരോപിച്ച് അർദ്ധരാത്രി മുതൽ 3-ലേറെ വരുന്ന ഡോളി സർവീസുകാർ പണിമുടക്കുകയായിരുന്നു. ഇതോടെ ഡോളി സർവീസിനെ ആശ്രയിച്ച് സന്നിധാനത്തെത്തിയ പ്രായമായവരും ഭിന്നശേഷിക്കാരും വലഞ്ഞിരുന്നു. പിന്നീട് ശബരിമല ADMുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് പിൻവലിക്കാൻ ധാരണയായതും. 4 കേന്ദ്രങ്ങളിൽ കൗണ്ടർ തുടങ്ങി ഡോളി സർവീസ് പ്രീപെയ്ഡ് മാതൃകയിലാക്കാനാണ് ആലോചിക്കുന്നത്. ഡോളി സർവീസുകാർ എതിർപ്പ് പരസ്യമാക്കിയതോടെ അടിസ്ഥാന നിരക്കിൽ ഉൾപ്പെടെ ഇനി മാറ്റം വരുത്തും. ചില ഡോളി സർവീസുകാർ തീർത്ഥാടകരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് പരാതി വ്യാപകമായതിനെ തുടർന്നാണ് പ്രീപെയ്ഡ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.